രോഗിയുടെ കൂടെ വന്നവരെ വിളിക്കൂ. ശരി തിരുമേനി. അതെ, തിരുമേനി നിങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വരൂ. നമസ്തേ. ഇരിക്കൂ. വേണ്ട, നിന്നോളാം. നിങ്ങൾ സിറ്റിയിൽ നിന്നാണല്ലേ വരുന്നത്? ആ അതെ, എൻ്റെ പേര് പ്രഭാചന്ദ്രൻ. ഇതെന്റെ വൈഫാ. എൻ്റെ മൂത്ത മകളാ പേഷ്യന്റ്. ഈ കുട്ടിയെ പറ്റിയല്ലേ വാര്യരെ സിദ്ധി പറഞ്ഞത്? അതേ തിരുമേനി. രാധാമണിയുടെ മകൾ. അതെ തിരുമേനി. ചികിത്സയ്ക്ക് ഫലമുണ്ടാകുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. കുട്ടിയുടെ ശരീരത്തിൽ കടന്നിരിക്കുന്നത് ഒരു പ്രത്യേകതരം വിഷമാണ്. പിന്നെ ചില പാപദോഷങ്ങളും പിന്തുടരുന്നുണ്ട്. 21 ദിവസത്തെ ചികിത്സയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൂരെ നിന്ന് വരുന്നതല്ലേ, ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ വാര്യർ ചെയ്തു കൊടുക്കണം. ചെയ്യാൻ തിരുമേനി. ഇതുവരെയുള്ള ചികിത്സയുടെ കടലാസുകളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടല്ലോ? ആ ഉണ്ട് തിരുമേനി. വാര്യരെ, താനത് വാങ്ങി ഗോവിന്ദനെ ഏൽപ്പിക്കണം. എവിടെ ഗോവിന്ദ്? കാഞ്ചനെ, വരുന്നു. പ്രഭ എന്താ വിളിച്ചേ? ഇതുവരെയുള്ള ട്രീറ്റ്മെന്റ് ഫയൽ എവിടെ? അത് എന്നോടാണോ ചോദിക്കുന്നത്? അതെല്ലാം പ്രഭ തന്നെയല്ലേ എടുത്ത് സൂക്ഷിച്ചു വെക്കാറ്. ഏതെങ്കിലും ബാഗിൽ ഉണ്ടാവും. അതിലെല്ലാം ഞാൻ നോക്കിയതാ. ആ എങ്കിൽ എടുക്കാൻ മറന്നതായിരിക്കും. കാഞ്ചന അത് എടുത്തു വെച്ചോന്നാ എനിക്ക് അറിയേണ്ടത്. തന്നോട് ഞാനത് പറഞ്ഞിരുന്നു. ഞാൻ എടുത്തില്ല. എന്നോട് പറഞ്ഞാലും പ്രഭ മറക്കാതെ ചെയ്യുമെന്ന് ഞാൻ കരുതി. എന്താ അമ്മ? എന്തു പറയാനാ മോളെ, നിന്റെ ട്രീറ്റ്മെന്റ് സംബന്ധിച്ച ഫയലേ മംഗലശ്ശേരിയിൽ നിന്ന് എടുക്കാൻ മറന്നു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ബെസ്റ്റ്. ആയുർവേദ ട്രീറ്റ്മെന്റ് ആവുമ്പോ അതൊന്നും വേണ്ടെന്ന് നിങ്ങൾ കരുതിയോ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മപ്പെടുത്തി കൂടെ കൊണ്ടുവരേണ്ടത് മറക്കുകയും ചെയ്തു. ഞാൻ പോയിട്ട് വരാം. എന്തു പറഞ്ഞ് നമ്മൾ ഇനി അങ്ങോട്ട് ചെല്ലും? നമ്മൾ ചന്ദ്രകാന്തത്തിൽ നിന്നും പോയ വിവരമൊക്കെ അവരറിഞ്ഞു കാണും. അവിടെ പോയ മൂസിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുമോ? അതുമാത്രമല്ല, നമ്മൾ ഇനി ആ വീട്ടിൽ പോണമെങ്കിൽ നമ്മളുടെ മകള് നടന്നു കാണണം. പ്രതീക്ഷയുള്ളൊരു ട്രീറ്റ്മെന്റിലാ ഞാനെന്ന് അവിടെ ആരും അറിയാതിരിക്കുന്നതാ നല്ലത്. സഞ്ജു അറിഞ്ഞ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഞാൻ മുത്തിയുടെ മനയിലാണെന്ന വിവരം സഞ്ജു അറിയാനേ പാടില്ല. അച്ഛൻ മറ്റെന്തെങ്കിലും വഴി ആലോചിച്ച് നോക്ക്. ഞാൻ മംഗലശ്ശേരി പോയിട്ട് അത് എടുത്തിട്ട് വരാം. അവിടെ ആരും ഒന്നും അറിയാനും പോകുന്നില്ല. നമ്മൾ എവിടാണെന്ന് മോളോട് ചോദിക്കില്ലേ? രാജുവേട്ടൻ വഴി ഞാനത് പുറത്തെത്തിച്ചാ പോരെ? എന്നാ നീ ചെല്ലുമോളെ. അവരാരും അറിയാതെ രാജു അത് എടുത്തോണ്ട് തരും. പുറത്തെവിടെയോ എന്നെ കൊണ്ടുപോകാനുള്ള ആലോചനയിലാണെന്നേ നീ രാജുവിനോട് പറയാവൂ. നീ ചെന്ന വിവരം സഞ്ജുവിനോട് പറയരുതെന്നും നീ രാജുവിനെ വിലക്കണം. ചേച്ചി സമാധാനായിട്ടിരിക്കെ. രാജുവേട്ടൻ ആരോടും പറയില്ല.
ഞാൻ ഇന്ന് പോയിട്ട് വരട്ടെ. ആ ശരി മോളെ. ചേച്ചി. അവള് നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്തോളും. രാജു അമ്മുവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ. നിങ്ങൾ പോയോ? ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. പോകാനുള്ള തയ്യാറെടുപ്പില്ല. ഞാനും വരുവാ. ചേച്ചിയുടെ ട്രീറ്റ്മെന്റിന്റെ ഒരു ഫയല് മംഗലശ്ശേരിയിൽ നിന്ന് എടുക്കാൻ മറന്നു. ഓ, എന്നാ കൂടെ പോര്. ഞാൻ പുറത്തുണ്ട്. കേറ്. എന്തിനവിടെ നിർത്തിയത്? എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾ വീട് വിട്ടു പോയ വിവരമൊക്കെ ദക്ഷയ്ക്കറിയാം. നീ അന്നൊരു വെല്ലുവിളി നടത്താതിരുന്നെങ്കിൽ ദക്ഷ സ്വാതി അവളുടെ വഴിക്ക് വിട്ടേനെ. ഇപ്പൊ എന്റെ പിന്നാലെ ദക്ഷ ആളെ വിട്ടിട്ടുണ്ട്. ഞാൻ എവിടെ പോകുന്നു, ആരെ കാണുന്നു എന്നൊക്കെ ദക്ഷയും മോളും കൃത്യമായിട്ട് അറിയുന്നുമുണ്ട്. യാത്ര തന്നെ ഞാൻ ഈ കാറിലാക്കിയത് അതുകൊണ്ടാ. കല്യാണത്തിന് സ്വാതി തടസ്സമാണെന്ന് തോന്നിയാൽ അവളെ കൊലപ്പെടുത്താൻ ദക്ഷ ശ്രമിക്കും. അതെനിക്കും അറിയാം. നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരാതിരിക്കുന്നതാവും നല്ലത്. ചേച്ചി എവിടെയുണ്ടെന്ന് ദക്ഷ അറിയുന്നെങ്കിൽ അത് നിങ്ങളെ പിന്തുടർന്നാവും. അത് മാത്രമല്ല, നിങ്ങൾ വരുന്നത് അച്ഛനും അമ്മയും ചേച്ചിയും ഇഷ്ടപ്പെടുന്നില്ല. മറ്റൊരു പെണ്ണുമായിട്ട് വിവാഹം ഉറപ്പിച്ച ആളായിട്ടാ ഇപ്പൊ ചേച്ചി നിങ്ങളെ കാണുന്നത്. ദിവസവും നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടിരുന്ന ചേച്ചി ഇപ്പൊ നിങ്ങളുടെ പേര് മറന്ന മട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചേച്ചിക്കൊപ്പം ഉണ്ടാവും. ചേച്ചി ഓർത്ത് വിഷമിക്കാതിരുന്നാ മതി. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ മാത്രം വിളിച്ചറിയിച്ചോളാം. നിങ്ങളെന്നെ വിശ്വസിക്ക്. ചേച്ചിയെ ഞാൻ നടത്തിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. നിന്നെ ഞാൻ എന്റെ അവസാന നിമിഷം വരെ വിശ്വസിക്കും. നീ തരുന്ന ധൈര്യത്തിലാവും എന്റെ ഓരോ ദിവസവും കടന്നു പോകുന്ന. സത്യത്തെ ഒരു കതിർമണ്ഡപത്തിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിച്ചത് എന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. എന്റെ ജീവിതം കൊണ്ട് തീർത്താ തീർന്നല്ല നിന്നോടുള്ള കടപ്പാട്. നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. ജീവിതത്തിൽ ഞാൻ സ്നേഹം അറിഞ്ഞത് എന്റെ ചേച്ചിയിൽ നിന്നാ. എന്റെ ജീവിതം ചേച്ചിക്ക് മാത്രമുള്ളതാ. വലിയൊരു സത്യം നെഞ്ചിലേറ്റി വെക്കുന്നതിന്റെ കുറ്റബോധം എനിക്കുണ്ട്. ആ സത്യം ചേച്ചി തിരിച്ചറിഞ്ഞ എന്നെ വെറുക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ചേച്ചിയുടെ ആ ആവശ്യം സാധിച്ചു കൊടുക്കാൻ എനിക്കാവില്ല. ചേച്ചി എഴുന്നേറ്റ പിന്നെ ഞാൻ കൂടെ ഉണ്ടാവില്ല. എന്റെ ചേച്ചിയോടൊത്തുള്ള അവസാന നാളുകളാണിപ്പോ. ഇനിയൊന്നും പറയാനില്ലല്ലോ. ഇവിടെ കൂടുതൽ നേരം നിൽക്കാൻ പാടില്ല. പോവാം. എന്റെ ദൈവമേ, വേദന എനിക്ക് സഹിക്കാൻ വയ്യ. അമ്പലത്തിൽ പോയവരെ ഇതുവരെ കാണാനുമില്ലല്ലോ.
ശോ, ഞാൻ വിളിക്കുന്ന ദൈവങ്ങൾക്ക് ഇങ്ങനൊരു ശക്തി ഉണ്ടെന്ന് നിന്റെ ഈ കിടപ്പ് കാണുമ്പോഴാ ദിനേശ എനിക്ക് മനസ്സിലാവുന്നത്. നിന്റെ ഈ കിടപ്പ് കാണാനാ ഈ സമയം ഞാൻ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വന്നതും. എന്റെ കിടപ്പ് നീ ആശ്വസിച്ചോടി. പക്ഷെ നിന്റെ ഈ ആശ്വാസത്തിന് അധികം ആയുസില്ലെന്ന് കൂടി നീ കരുതിക്കോ. എന്റെ ആശ്വാസത്തിനല്ല ദിനേശ, നിന്റെ ആശ്വാസത്തിനാ ആയുസില്ലാത്തത്. നീ അതും അതിനപ്പുറവും ചെയ്തുകൂട്ടാൻ മടിക്കാത്തവളാണെന്ന് എനിക്കറിയാമടി. അതിലെ നീ ആ ശോ, ഒന്ന് അടങ്ങിക്കിടക്ക് ദിനേശ. ഇങ്ങനെ ആവശ്യമില്ലാതെ അധികം ചാടിയതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ കിടക്കേണ്ടി വന്നത്. എനിക്കറിയാടി, എന്റെ ഈ കിടപ്പിന് കാരണം നീ തന്നെയാ. ആ ഒരു കാര്യം നീ ഓർത്തു വച്ചോ, നീ ഈ കാണുന്ന ദിനേശന് വേറൊരു മുഖം കൂടി ഉണ്ടെന്ന്. ഓഹോ, ആ മുഖം പിച്ച് ചീന്തി നിന്നെ ഈ ഗതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നിനക്ക് ഞാൻ തന്ന ശിക്ഷയാ ദിനേശ. പക്ഷേ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. നിന്നെ കൊന്നുകളയാനാ ഞാൻ തീരുമാനിച്ചത്. പിന്നെ എന്തിനാ നീ വേണ്ടെന്ന് വെച്ചത്? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് നീ ചങ്കു പൊട്ടി മരിക്കണം. എനിക്ക് ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് എഴുന്നേക്കാൻ പറ്റിയ അന്ന് നിന്റെ അധോഗതിയായിരിക്കൂടി. ഇനി നീ എഴുന്നേക്കില്ല ദിനേശ. ശോ, നിനക്ക് എന്തെങ്കിലും അവസാന ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എന്നോട് പറ. ദേ, സാധിക്കുമെങ്കിൽ ഒക്കെ ഞാൻ ഒരുക്കി തരാടാ. നീ മനസ്സിൽ കുറിച്ചിട്ടോടി. എന്റെ അല്ല, നിന്റെ അന്ത്യം അടുക്കാറായെന്ന്. നീ ഒന്ന് ഓർത്തോ ദിനേശ, എന്റെ ഭർത്താവിന്റെ കവിളിൽ നിന്റെ കൈ വീണപ്പോ തന്നെ നിന്റെ അന്ത്യം ഞാൻ കുറിച്ചതാ. ഞാൻ അടുത്ത് വരുമ്പോ നിന്റെ പ്രാണം പോവാതെ നീ കാത്തോണേ ദിനേശ. അല്ലെങ്കിലേ ദേ, കവിതയ്ക്ക് മുന്നിൽ നിന്ന് നേർക്കുനേരെ സംസാരിക്കാൻ വന്ന നിന്റെ പ്രാണം ഇതുപോലെ പിടയുന്ന ബോധം നീ മനസ്സിൽ വെച്ചോ. പേടിക്കണ്ട, ഇവിടെ ദിനേശിനങ്ങൾ മാത്രമേ ഉള്ളൂ. വാ. നീ ഫയൽ കൊടുത്ത് വേഗം പോകാൻ നോക്ക. ഇവിടം വരെ വന്നതല്ലേ, ഞാൻ ദിനേശ് ചേട്ടനൊന്ന് കണ്ടിട്ട് വേഗം വരാം. ദിനേശ് ചേട്ടാ,
അമ്മോ, ഞാൻ സ്വപ്നം കാണുകയാണോ? ദിനേശേട്ടന് എന്താ പറ്റിയത്? അതൊന്ന് വീണതാ. ശ്രീകുട്ടിയെ വിട്ടിട്ട് നീ വരില്ലെന്ന് എനിക്കറിയാം. എന്തിനാ അമ്മോ നീ വന്നത്? ചേച്ചിയുടെ ട്രീറ്റ്മെന്റ് ഫയൽ ഇവിടെ വെച്ച് മറന്നു, അതെടുക്കാൻ വന്നതാ. അമ്മോ, നിങ്ങളിപ്പോ എവിടെയാ ഉള്ളത്? ലച്ചു, ക്ഷേത്രത്തിൽ പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് സ്വാതിയുടെ ട്രീറ്റ്മെന്റ് ഫയൽ എടുത്തിട്ട് വരാം. എല്ലാവരും റൂമിലേക്ക് പോകുന്ന സമയം നോക്കി വേണം ആരുടെയും കണ്ണിപ്പെടാതെ രക്ഷപ്പെട്ടു പോവാൻ. ആരും കാണാതെ ഞാൻ എവിടെ ഒളിക്കും ദിനേശേട്ടാ? കാവേരി ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വരും. സഞ്ജുവിന്റെ മുറിയല്ലാതെ നിനക്ക് ഒളിച്ചിരിക്കാൻ മറ്റൊരു സ്ഥലമില്ല. നീ വേഗം അങ്ങോട്ട് ചെല്ല്. ദൂരെ നിന്ന് എല്ലാവരും ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, നിങ്ങളാരെയും കണ്ടില്ല. അങ്കിളാ പറഞ്ഞത് ക്ഷേത്രത്തിൽ പോയെന്ന്. അമ്പലത്തിൽ പോകുന്ന കാര്യം നിന്നോട് പറഞ്ഞതല്ലേ? മുത്തശ്ശിയും കാവേരിയപ്പച്ചി രാജുവും വന്നില്ലേ? അച്ഛനൊരു തലചുറ്റല് പോലെ വന്നു. പിന്നെ ഹോമവും മറ്റും ഉണ്ട്. പുകയടിച്ചപ്പോ എനിക്കും വല്ലായ്ക്ക് തോന്നി. ഞങ്ങൾ ഇങ്ങ് പോന്നു. ചടങ്ങുകൾ കഴിയാതെ അവരും കൂടി വരുന്നത് ശരിയല്ലല്ലോ. അവരവിടെ നിൽക്കുക. അമ്മേ, ഹോസ്പിറ്റലിൽ പോണോ അമ്മേ? സാരല്ല, അസുഖം കൂടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മതി. അമ്മയ്ക്ക് വീണ്ടും അസുഖം വന്നു. അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോ അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്ന കാര്യം പോലും ഞാൻ മറന്നു. അവള് പോയി ഞാൻ പഴയപടിയായി. അമ്മയ്ക്ക് തീരെ വയ്യാതായ പോലുണ്ട്. ശ്രീകുട്ടി ചെയ്യേണ്ട പൂജകളാ സഞ്ജന ചെയ്തത്. നെഞ്ചു പൊട്ടിയാ ഞാനത് കണ്ടു നിന്നത്. ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അച്ഛാ? ഈ വീടിന്റെ 2 വിളക്കുകൾ ഒരുമിച്ച് അണഞ്ഞു പോയത്. നമ്മൾ ഇരുട്ടിലുമായി. ആപത്ത് വരാൻ വേണ്ടി മാത്രം ശ്രീകുട്ടി ഈ വീട്ടിൽ വന്നതുപോലെ ഈ കാര്യങ്ങൾ. പോയതും മനസ്സുനൊന്ത് തന്നെയാ. ഒരു പ്രതീക്ഷയൊക്കെ ശ്രീകുട്ടിക്ക് വന്നതായിരുന്നു. വല്ലാത്ത ദാഹം. കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കുക. ഞാനിത് മറന്നു. മുമ്പൊക്കെ പുറത്തു പോയിട്ട് വന്ന അമ്മ കുടിക്കാൻ എന്തെങ്കിലും ആയിട്ടേ മുന്നിലേക്ക് വരൂ. ഞാനിപ്പൊ കൊണ്ടുവരാം. ആ കാലമൊക്കെ പോയില്ലേ? എവിടെ നിന്നോ വന്ന ഒരു കുട്ടി ഒരു പേരക്കുട്ടി തരുന്നതിനേക്കാൾ സ്നേഹം തന്നിട്ട് പോയി. അമ്മോ, ഇങ്ങോട്ട് വന്നേ. നിന്റെ വേദന എനിക്ക് മനസ്സിലാവുമോ? അങ്ങോട്ട് ഓടിച്ചെന്ന് മുത്തശ്ശനെയും ശ്രീദേവിയേട്ടത്തെയും കെട്ടിപ്പിടിക്കാൻ നിന്റെ മനസ്സ് വെമ്പുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന മുത്തശ്ശന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാതിരിക്കുന്നത് എങ്ങനെയാ ദിനേശേട്ടാ? ഞാൻ അവരോട് ചെയ്യുന്ന പാപമല്ലേ? നീ വന്ന വിവരം സഞ്ജു പറഞ്ഞിട്ടില്ല. അവരെ കാണാതെ പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം നിനക്ക് ഉത്തരം പറയേണ്ടി വരും. മോളെ അമ്മു, നീ പോയതിനു ശേഷം മരുന്നോ ഭക്ഷണമോ ഒന്നും സമയത്തിന് കഴിക്കുന്ന പോലുമില്ല. കുറച്ചൊക്കെ ഒന്ന് മറന്നു വന്ന സമയമാണ്. നിന്നെ കണ്ടാൽ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത സമാധാനം കൂടി ഇല്ലാതാവും.
അമ്മേ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ തോന്നുക. ഞാൻ കണ്ട എന്റെ അമ്മയല്ല ഇത്. എല്ലാം മനസ്സിലടക്കിയേ പറ്റുമോളെ. അത് നാളെ വരാൻ പോകുന്ന നല്ലതിനു വേണ്ടിയാ. അതിന് കുറച്ച് വേദന സഹിച്ചേ പറ്റൂ. നിന്റെ ലക്ഷ്യം നീ നേടിയെടുക്കണം.